ഡോക്ടർ മംഗളം സ്വാമിനാഥൻ പുരസ്കാരം മോറാൻമോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഏറ്റുവാങ്ങി. ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ദേശീയ അവാർഡ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ 2024 നവംബർ 28 കേന്ദ്രമന്ത്രി ശ്രീ ജിതേന്ദ്ര സിംഗിൽ നിന്ന് ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിലെ NDMC കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളി മനോഹർ ജോഷി, വിവിധ കേന്ദ്രമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ സേവന രംഗത്തെ 4 പതിറ്റാണ്ട് നീണ്ട സംഭാവനകളാണ് ഈ വർഷത്തെ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ദേശീയ പുരസ്കാരം കാതോലിക്ക ബാവയെ അർഹനാക്കിയത്. ക്രിസ്തുവിൻ്റെ പരിമളം മാർ ജോർജ് കൂവക്കാട്ടിൽ പിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും പരക്കട്ടെ. മോറാൻമോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ. ചങ്ങനാശ്ശേരി അതിരൂപത അംഗവും മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുമുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റുമായ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ ഒക്ടോബർ 6 ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയതിനെ തുടർന്ന് നവംബർ 24 സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ പിതാവ്, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ പൊതുകാര്യങ്ങൾക്കുള്ള ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പെഞ്ഞപ്പാറ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ വെച്ച് മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷ നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും KCBCയുടെ അധ്യക്ഷനുമായ മോറാൻമോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ വചന സന്ദേശം നൽകി. പരിശുദ്ധ പിതാവിൻ്റെ ആലോചനാ സംഘത്തിലേക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവ് നിയോഗിതനാകുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം ഈ പിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും ദൈവം നിശ്ചയിക്കുന്ന കാലത്തും ദൈവം നിശ്ചയിക്കുന്ന ഇടങ്ങളിലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവിടുത്തെ ജനത്തിൻ്റെ മധ്യേയും അത് പ്രസരിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സുഗന്ധവും അഭിഷേകത്തിൻ്റെ മായാത്ത അനുഗ്രഹവും അങ്ങിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് കേരള സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അങ്ങയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൂദോത്തോ 10ാം ബാച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വൈദികർക്കായി നടത്തപ്പെടുന്ന ഓൺഗോയിങ് പ്രീസ്റ്റ്ലി ഫോർമേഷൻ ഹൂദോത്തയുടെ 10ാം ബാച്ച് നവംബർ 25 മുതൽ 28 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ തോമസ് മടുക്കുംമൂട്ടിൽ സ്വാഗതം ആശംസിച്ച മീറ്റിംഗ് കൂരിയ മെത്രാനും ഫോർമേഷൻ കമ്മിറ്റി കോർഡിനേറ്ററുമായ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യുകയും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മോറാൻമോർ ബസേലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ വൈദികരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നവംബർ 28 അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഖബർ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് ഫാദർ തോമസ് മടുക്കുംമൂട്ടിൽ, ഫാദർ തോമസ് മുകുളംപുറത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ നവംബർ 22 കിഴക്കേക്കര സെൻറ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. KCSL അതിഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി പുനലൂർ ലാറ്റിൻ രൂപത അധ്യക്ഷൻ അഭിവന്യ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് പട്ടാശ്ശേരി സ്വാഗതം ആശംസിച്ചു. നിരവധി കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെട്ടു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ, കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷൻ്റെ പുല്ലാട് സോണൽ കമ്മിറ്റി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നവംബർ 23 പുല്ലാട് ആൽമാവ് കവല VG's ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ CS മനോജ് അധ്യക്ഷനായിരുന്ന യോഗം തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. സോണൽ സെക്രട്ടറി ശ്രീ ജിജു സാമുവേൽ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ S വിജയലക്ഷ്മി സ്ട്രോക്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജനറൽ മെഡിസിൻ, ENT, നേത്രരോഗം, പൾമനോളജി, ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. തുടർന്ന് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു.
ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. വയനാടിന് കൈത്താങ്ങായി അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റി. വയനാട് ജില്ലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് KCBC വാഗ്ദാനം ചെയ്ത 100 വീടുകൾക്കുള്ള നിർമ്മാണ പദ്ധതിയിലേക്ക് പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ സാമൂഹ്യക്ഷേമ വിഭാഗമായ അനുഗ്രഹ സോഷ്യൽ സർവീസ് സൊസൈറ്റി നവംബർ 27-ന് കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന് 10 ലക്ഷം രൂപ കൈമാറി. സംസ്കാര ശുശ്രൂഷ നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസനത്തിലെ ഫാദർ തോമസ് പറക്കോട്ടിൻ്റെ സംസ്കാര ശുശ്രൂഷ നവംബർ 26-ന് തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ യൂഹാനോൻ മാർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്തയുടെ സഹകാർമ്മികത്വത്തിലും തൃശൂർ വാഴാനി ദേവാലയ സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. കോട്ടയം സെൻറ്റ് എപ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും അധ്യാപകനുമായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അറിയപ്പെടുന്ന സുറിയാനി പണ്ഡിതനായിരുന്നു.